അനുദിനം ക്രിസ്തുവിനെ കാണുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക. കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, ഇക്കാലമത്രയും ഞാൻ നിന്നോട് കൂടെയായിരുന്നിട്ടും നീ ചോദിക്കുന്നുവോ? എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. 3 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. പിതാവിനെ അറിയാൻ. ഫിലിപ്പോസ് പിതാവിനെ കാണാൻ ആഗ്രഹിച്ചു. പിതാവിനെ കാണാൻ യേശുവിനോട് ആവശ്യപ്പെട്ടു. യേശു തൻ്റെ പിതാവിനെക്കുറിച്ച് ഇടയ്ക്കിടെയും വളരെ ഉന്നതമായും സംസാരിക്കുന്നത് കേട്ടതിന് ശേഷമാണ് ഈ അപേക്ഷ വന്നത്. നമ്മൾ കാണാത്തത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന യേശുവിൻ്റെ ഉത്തരം ഒരുപക്ഷെ ഫിലിപ്പോസിനെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. യേശു പറഞ്ഞ ഉത്തരം ഫിലിപ്പോസിൻ്റെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തിയില്ലായിരിക്കാം. പക്ഷേ അത് അവനെ വിശ്വസിക്കാനും കർത്താവിനെക്കുറിച്ചുള്ള അനുഭവത്തിൽ ആശ്രയിക്കാനും ഫിലിപ്പിന് മനസ്സിലായില്ലെങ്കിലും യേശു പിതാവിൻ്റെ വെളിപാടാണെന്ന് വിശ്വസിക്കുവാനും ബോധ്യപ്പെടുവാനും അത് കർത്താവിൻ്റെ ആ വചനം അവനെ പ്രത്യേകമായി ക്ഷണിച്ചു. 2. ആത്മവിശ്വാസമാണ്. എൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്യും. നമ്മുടെ കർത്താവ് ഈ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയില്ലെന്ന് ആരെങ്കിലും പറയുന്നത് എത്ര തവണ നാം കേട്ടിട്ടുണ്ട്. അവൻ്റെ മനസ്സും ഹൃദയവും നമുക്ക് അറിയാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ നാം ചോദിക്കണമെന്ന് യേശു വ്യവസ്ഥ ചെയ്യുകയാണ്. യേശുവിൻ്റെ മനസ്സും ഹൃദയവും അറിയുക, അങ്ങനെ ഒരാളുടെ പ്രാർത്ഥനയെ അവൻ്റെ ഇഷ്ടവുമായി യോജിപ്പിക്കാൻ കഴിയും. കാലക്രമേണ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. ദൈനംദിന മാനസിക പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മുടെ കർത്താവുമായുള്ള അടുപ്പം തേടുക എന്നത് നമ്മുടെ പ്രാർത്ഥനകളുടെയും ജീവിതത്തിൻ്റെയും ഏറ്റവും അനിവാര്യമായ ആവശ്യവും ആഗ്രഹവും ആത്മീയതയുമാണ്. 3. പ്രാർത്ഥനയിൽ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുക. യേശുവുമായുള്ള ആഴമേറിയതും ഉറ്റതുമായ ബന്ധത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന താക്കോലാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി. കർത്താവിനോടൊപ്പമുള്ള കുറച്ച് ശാന്തമായ നിമിഷങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അകറ്റുന്ന 1000 കാര്യങ്ങളിലൂടെ നമ്മെ എങ്ങനെ വ്യതിചലിപ്പിക്കാമെന്ന് പിശാചിനറിയാം. യേശുവിനോടൊപ്പം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവും ആഗ്രഹവും ക്രിസ്തുവിനോടൊപ്പമാണെന്ന്. ക്രിസ്തുവുമായുള്ള ഒരു സംഭാഷണം ഏറ്റവും അനിവാര്യമാണിവിടെ. കർത്താവെ, അങ്ങയുടെ പ്രകാശത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. യേശുവുമായി ബന്ധപ്പെടുന്നതിലൂടെ ഞാൻ എന്നെ തന്നെ അറിയുകയും എൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് കൂടുതൽ വ്യക്തമായും കാണുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിലൂടെ, ക്രിസ്തുവുമായുള്ള അടുപ്പത്തിലൂടെ, ബന്ധത്തിലൂടെ, ആഗ്രഹത്തിലൂടെ പിതാവിൻ്റെ അരികിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. പിതാവിനെ കാണുന്നവരായി നമുക്ക് മാറാം. പിതാവിനെ കാണുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാകണം ക്രിസ്തുവിനെ സ്നേഹിക്കുവാനുള്ള കാരണം. അപ്പോൾ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൽ നാം പരിശുദ്ധാത്മ കൃപയാൽ ഒന്നായിത്തീരും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.